കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ഓരോ സ്ഥലങ്ങളും നമ്മൾ ഓരോന്നോരോന്നായി എടുത്ത് നമ്മൾ കാണുകയും പരിശുദ്ധയമ്മയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. ആദ്യമായി പരിശുദ്ധയമ്മ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുക സ്പെയിനിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹായ്ക്കാണ്. പരിശുദ്ധയമ്മ വിശുദ്ധ യാക്കോബ് സ്ലീഹായ്ക്ക് സ്പെയിനിൽ പ്രത്യക്ഷപ്പെട്ട ഈ സംഭവം നമുക്കൊന്ന് കാണാം. അതിനുശേഷം തിരിച്ചു വരാം. 3 വർഷക്കാലം യേശുവിൻ്റെ സന്തത സഹചാരികളായി ജീവിക്കുകയും ഊണിലും ഉറക്കത്തിലും അവിടുത്തെ അനുയാത്ര ചെയ്യുകയും ചെയ്ത യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അവിടുത്തെ വിയോഗം മരണത്തോളം ദുഃഖം ഉളവാക്കുന്നതായിരുന്നു. എന്നാൽ കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ പുത്രൻ തന്നെ ഭരമേൽപ്പിച്ച മാതൃസ്ഥാനത്തിലൂടെ പരിശുദ്ധ മറിയം അവർക്ക് സാന്ത്വനമേകി. അമ്മയുടെ സ്നേഹത്തിലും കരുതലിലും നിർദ്ദേശങ്ങളിലും അവിടുത്തെ ശിഷ്യർ ആശ്വാസം കണ്ടെത്തി. ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ അമ്മയുടെ അടുക്കൽ ഓടിയെത്തി ആ കരവലയത്തിൽ അഭയം തേടുന്ന കുഞ്ഞുങ്ങളെപ്പോലെ ശിഷ്യന്മാർ തങ്ങളുടെ അമ്മയ്ക്കരികെ ഏക മനസ്സോടെ ഒത്തുചേർന്നു. അമ്മയുടെ സാന്നിധ്യവും ലാളനയും അവർക്ക് കരുത്തു നൽകി. തൻ്റെ പുത്രന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മ അവരെ പ്രാർത്ഥനയിൽ ഒരുക്കി. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണാർത്ഥം സഞ്ചരിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിർദ്ദേശങ്ങളും അപ്പസ്തോലന്മാരുടെ ആദ്യകാല ശുശ്രൂഷകളിൽ പ്രചോദനവും ധൈര്യവും പകർന്നു. തൻ്റെ മക്കൾ എവിടെയായിരുന്നാലും അവരുടെ ആകുലതകളിലും സംശയങ്ങളിലും മാതൃവാത്സല്യത്തോടെ ഓടിയെത്തി സാന്ത്വനിപ്പിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ എന്ന് തെളിയിച്ചുകൊണ്ടുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ആരംഭിച്ചതും അപ്പസ്തോലന്മാരിൽ നിന്ന് തന്നെയായിരുന്നു. ദീർഘമായ മിഷണറി യാത്ര നടത്തി സ്പെയിനിൽ എത്തിച്ചേർന്ന സെബദിപുത്രനായ വലിയ യാക്കോബിനായിരുന്നു പരിശുദ്ധ അമ്മയുടെ ആദ്യ പ്രത്യക്ഷീകരണമുണ്ടായത്. തീക്ഷ്ണമായ സുവിശേഷ പ്രഘോഷണ യത്നങ്ങൾ നടത്തിയിട്ടും തദ്ദേശവാസികളിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാവാത്തതിൻ്റെ ദുഃഖത്തിൽ സറഗോസയിൽ പ്രാർത്ഥനയിലായിരുന്ന യാക്കോബിന്റെ അടുക്കൽ മാലാഖ വൃന്ദങ്ങളോടൊപ്പം പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടു. കല്ലുകൊണ്ടുള്ള ഒരു സ്തംഭത്തിന് മുകളിലായി പ്രത്യക്ഷപ്പെട്ടതിനാൽ അവർ ലേഡി ഓഫ് പില്ലർ എന്നാണ് സറഗോസയിൽ പ്രത്യക്ഷയായ അമ്മയെ വിശ്വാസികൾ വിശേഷിപ്പിച്ചത്. ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ടുള്ള തൻ്റെ ഒരു രൂപവും സ്തംഭവും യാക്കോബിന് നൽകിക്കൊണ്ട് അമ്മ പറഞ്ഞു, മകനെ, വിഷമിക്കാതിരിക്കുക. നിന്നിലൂടെ അനേകർ മാനസാന്തരപ്പെടുക മാത്രമല്ല, ഈ സ്തംഭം പോലെ ഉറച്ച വിശ്വാസമുള്ള ഒരു ജനത ഇവിടെ രൂപപ്പെടുകയും ചെയ്യും. ഇവിടെ എൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിതുയർത്തപ്പെടും. എൻ്റെ ഈ രൂപവും സ്തംഭവും ആ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെടും. ഇവിടെ അനേകർ എൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തും. ദേവാലയ നിർമ്മാണത്തിനുള്ള നിർദ്ദേശം നൽകിയ ശേഷം അമ്മ ഇപ്രകാരം വാഗ്ദാനം ചെയ്തു, നിർമ്മിക്കപ്പെടുന്ന സമയം മുതൽ കാലത്തിന്റെ അന്ത്യം വരെ ദേവാലയം നിലനിൽക്കും. എൻ്റെ മധ്യസ്ഥതയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക് ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകും. ദേവാലയ നിർമ്മാണത്തിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങണമെന്നും അവിടെ വെച്ച് യാക്കോബ് രക്തസാക്ഷിത്വം വരിക്കുമെന്നും അമ്മ അറിയിച്ചു. പരിശുദ്ധയമ്മ ജീവിച്ചിരുന്നപ്പോൾ നടന്ന അത്ഭുത സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ സ്വർഗം ചില അസാധാരണമായ കൃപകൾ നൽകുന്നുണ്ട്.
ഇപ്രകാരം 2 സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുവാൻ സ്വർഗം നൽകുന്ന കൃപയ്ക്കാണ് ബൈലൊക്കേഷൻ എന്ന് പറയുക. ഈ ലോകത്ത് ആദ്യമായി ബൈലൊക്കേഷൻ ലഭിക്കുക പരിശുദ്ധ കന്യകാമറിയത്തിനാണ് എന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായ്ക്ക് സ്പെയിനിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം സ്പെയിനിൽ തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം ഏറ്റെടുത്ത് ധീരതയോടെ തീഷ്ണതയോടെ അത് നിർവഹിച്ച് മുന്നോട്ട് പോയ യാക്കോബ് സ്ലിഹായ്ക്ക് ഒരു ഫലവും കാണാതെ നിരാശനായി തൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെടുന്നുവെന്ന് തോന്നി വിഷമിച്ചിരുന്ന സമയത്താണ് പരിശുദ്ധ കന്യകാമറിയം മാലാഖമാരുടെ അകമ്പടിയോടുകൂടി 6 അടി ഉയരമുള്ള ഒരു തൂണിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുക. അപ്രകാരം പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധയമ്മ പറയുകയാണ്, നീ നിരാശപ്പെടരുത്. ഈ സ്ഥലത്ത് നീ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസം തഴച്ചു വളരും. അനേകർ എൻ്റെ പുത്രനെ അവരുടെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കും. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കും. അതിനാൽ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ധീരതയോടുകൂടി തന്നെ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പരിശുദ്ധയമ്മ യാക്കോബ് സ്ലിഹായെ ശക്തിപ്പെടുത്തി പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധയമ്മയുടെ ഈ ഇടപെടലിന് ശേഷം യാക്കോബ് സ്ലിഹ പൂർവാധികം ശക്തിയോടെ സ്പെയിൻ്റെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും സത്യവിശ്വാസം അവിടെയുള്ള ജനങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അനേകർ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. പിന്നീട് അവിടെ ഒരു ദേവാലയം പരിശുദ്ധയമ്മ ചോദിച്ചതനുസരിച്ച് യാക്കോബ് സ്ലിഹ പണിയുകയാണ്. ഇന്നും ആ ദേവാലയം പിന്നീട് പല യുദ്ധങ്ങളിലൂടെയും അക്രമങ്ങളിലും തകർക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ഈ ദേവാലയം പുതുക്കി പണിത് ഇന്നും ആ ദേവാലയത്തിൽ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ആ തൂണും പരിശുദ്ധയമ്മ നൽകിയ അമ്മയുടെ ആ തിരുസ്വരൂപവും ഇന്നും സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇപ്രകാരമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിൽ ലോകത്ത് ആദ്യമായി പണിതുയർത്തിയ ദേവാലയമാണ് സർഗോസയിൽ പണിയപ്പെട്ട ദേവാലയമെന്നും അത് പണിതത് അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബ് സ്ലിഹ ആണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ മറിയത്തിന്റെ ആദ്യത്തേതും സ്വർഗാരോപണത്തിനു മുമ്പുള്ള ഒരേയൊരു പ്രത്യക്ഷീകരണവുമായ സരഗോസയിലെ അവർ ലേഡി ഓഫ് പില്ലറിന്റെ അനുസ്മരണാർത്ഥം വിശുദ്ധ യാക്കോബ് ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ രാജ്യവിസ്തൃതിക്കായി മൈലുകൾ താണ്ടി സ്പെയിനിലെത്തിയ ആ മഹാത്മാവിന് സ്വർഗം നൽകിയ സമ്മാനമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം. ആ അമ്മയുടെ സ്നേഹത്തിന് സ്പെയിനിൽ തന്റെ പ്രിയപുത്രൻ യാക്കോബ് വിഷമത്തിലകപ്പെട്ടപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാനായില്ല. വിശുദ്ധ യാക്കോബിനെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത അമ്മ അദ്ദേഹത്തെ പറ്റിയുള്ള ദൈവഹിതം എന്തെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതനുസരിച്ച് ജെറുസലേമിലെത്തിയ യാക്കോബ് അവിടെയും ധീരമായി സുവിശേഷ പ്രഘോഷണം തുടരുകയും അതിന്റെ പേരിൽ ചിരച്ഛേദം ചെയ്യപ്പെട്ട് സ്വർഗകിരീടത്തിന് അർഹനാകുകയും ചെയ്തു. യേശുവിനോടൊപ്പം സ്വർഗമഹത്വം പ്രാപിച്ച വിശുദ്ധ യാക്കോബ് മരണശേഷം ഭൂമിയിൽ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഹെറോദിസിനാൽ വധിക്കപ്പെട്ട് യാക്കോബ് സ്ലിഹായുടെ മൃതശരീരം യാക്കോബ് സ്ലിഹായുടെ ശിഷ്യന്മാർ വീണ്ടും സ്പെയിനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ച് സ്പെയിനിൽ കൊണ്ടുവന്ന യാക്കോബ് സ്ലിഹായുടെ തിരുശരീരമായി സ്പെയിനിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിച്ചതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. യാക്കോബ് സ്ലിഹായുടെ സാന്നിധ്യത്തിൽ തൻ്റെ ശിഷ്യന്മാരിലൂടെ സ്വർഗം നടത്തിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിച്ച് അന്ന് അവിടുത്തെ രാജ്ഞി ക്രിസ്തുമതം സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. സർഗോസായിൽ പരിശുദ്ധയമ്മ നടത്തിയ വലിയ പ്രസിദ്ധമായ ഒരു അത്ഭുതം 1640 സംഭവിച്ചു. കോജോ കലണ്ട എന്ന് പറയുന്ന യുവാവിനാണ് ഈ അത്ഭുതം
പരിശുദ്ധ അമ്മ നൽകുക. തന്റെ ദാസനായ യാക്കോബിന്റെ രക്തസാക്ഷിത്വത്തെയും തന്റെ അമ്മയുടെ വാഗ്ദാനത്തെയും യേശു മാനിച്ചു. സരഗോസയിലെ അവർ ലേഡി ഓഫ് പില്ലർ ബസിലിക്ക അത്ഭുതങ്ങളുടെ വിളനിലമായി മാറി. ശാസ്ത്രലോകത്തെ വെല്ലുന്ന സൗഖ്യങ്ങളും ദൈവപ്രവൃത്തികളും വെളിപ്പെട്ടു. തീർത്ഥാടകരുടെ പ്രവാഹമായിരുന്നു പിന്നീട് സരഗോസയിലേക്ക്. നിരവധി അത്ഭുതങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു കളണ്ടായിലെ മിഗ്വേൽ ജുവാൻ പെല്ലിസർ എന്ന യുവാവിന് ലഭിച്ച അത്ഭുതം. കർഷകനായിരുന്ന അദ്ദേഹത്തിന്റെ വലതുകാൽ നിലം ഒഴുകുന്നതിനിടയിൽ കാളവണ്ടിക്കടിയിൽപ്പെടുകയും അതിനുശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് നീക്കം ചെയ്യുകയുമായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അവർ ലേഡി ഓഫ് പില്ലറിന്റെ മധ്യസ്ഥത്താൽ മിഗ്വേലിന്റെ കാലുകൾ അത്ഭുതകരമായി പൂർവ്വസ്ഥിതിയിലായത് അനേകരിൽ വിശ്വാസവും മാനസാന്തരവും ഉളവാക്കി. ഉറക്കത്തിൽ താൻ അവർ ലേഡി ഓഫ് പില്ലർ ബസിലിക്കയിൽ പ്രാർത്ഥിക്കുന്നതായും പരിശുദ്ധ അമ്മ തന്റെ കാലിൽ വിശുദ്ധ തൈലം പുരട്ടിയതായും തന്റെ നഷ്ടപ്പെട്ട കാല് തിരിച്ചു കിട്ടിയതായും താൻ സ്വപ്നം കണ്ടുവെന്ന് മിഗ്വേൽ പിന്നീട് സാക്ഷ്യപ്പെടുത്തി. AD 40 ജനുവരി 2 പരിശുദ്ധ കന്യകാമറിയം യാക്കോബസിലേക്ക് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ക്ലമന്റ് 12 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സർഗോസയിലെ തിരുനാൾ ജനുവരി 2 പകരമായി ഒക്ടോബർ 12 ആഘോഷിക്കണം എന്ന് പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് ജനുവരി 2 പകരം ഒക്ടോബർ 12 ഇവിടെ പരിശുദ്ധ അമ്മയുടെ ആഘോഷങ്ങൾ നടക്കുക. ക്ലമന്റ് 12 മാർപ്പാപ്പയും ഇന്നസെന്റ് 3 മാർപ്പാപ്പയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളെ അംഗീകരിച്ചതായി രേഖകളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെയിലൂടെ വലിയ ഇടപെടലുകൾ അടയാളങ്ങളും ഈ സർഗോസയിലെ സ്പെയിനിൽ നടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സഭ ക്രൂരമായ മതപീഡനത്തിന് വിധേയരായി. ഇപ്രകാരം വ്യത്യസ്ത കാലങ്ങളിൽ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് സഭ വിധേയായതിൽ നിന്നും പരിശുദ്ധ അമ്മ അവരെ രക്ഷിച്ച ചരിത്രങ്ങളും സർഗോസയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്പെയിനിൽ മുസ്ലിം അധിനിവേശ കാലത്ത് ക്ലാവിജോയിലുണ്ടായ യുദ്ധത്തിൽ വിശുദ്ധ യാക്കോബ് പ്രത്യക്ഷപ്പെട്ടതായും ക്രിസ്ത്യാനികളെ സഹായിച്ചതായും പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. എണ്ണത്തിൽ കുറവായിരുന്ന ക്രൈസ്തവരുടെ സഹായത്തിനായി വിശുദ്ധ യാക്കോബ് അപ്പസ്തോലൻ അശ്വാരൂഢനായി യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞുവന്ന് ശത്രുക്കളെ കീഴടക്കിയതായാണ് വിശ്വാസം. വിശുദ്ധ യാക്കോബ് സ്പെയിനിന്റെ മധ്യസ്ഥനായി അറിയപ്പെടാൻ തുടങ്ങി. പരിശുദ്ധ മറിയം പ്രവചിച്ചതുപോലെ അദ്ദേഹത്തിലൂടെ സ്പെയിനിൽ ക്രൈസ്തവ വിശ്വാസം ശക്തമായി തഴച്ചു വളർന്നു. മതപീഡന സമയത്തും പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് വലിയ ഇടപെടലുകൾ നടത്തി സ്പെയിനിലെ സഭയെ സംരക്ഷിച്ച് സഭ ശക്തമാക്കിയതിൻ്റെ ഫലമായി ഇന്ന് സ്പെയിനിൽ നിന്ന് ധീരരായ രക്തസാക്ഷികളും ധീരരായ വിശുദ്ധരും സഭയിലെ രത്നങ്ങളായി വിളങ്ങുന്നു. അതിലേതാനും ചിലരാണ് ആവിലായിലെ അമ്മ ത്രേസ്യ, വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോള, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ തുടങ്ങിയവർ സഭയിൽ സ്പെയിനിൽ നിന്ന് വന്ന വലിയ രത്നങ്ങളാണ്. തുടർന്നും ആഭ്യന്തര യുദ്ധങ്ങളിലൂടെയും വ്യത്യസ്തമായ മതപീഡനങ്ങളിലൂടെയും സ്പെയിനിലെ സഭ കടന്നുപോയെങ്കിലും ഇന്നും വിശ്വാസത്തിൽ അടിയുറച്ച് ആയിരങ്ങൾ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവിടെ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീടുണ്ടായ മതപീഡന കാലത്ത് ബോംബാക്രമണങ്ങളിലൂടെ ഈ യാക്കോബ് ശ്ലീഹായിലൂടെ അവിടെ പണിതുയർത്തപ്പെട്ട ദേവാലയത്തെ തകർക്കുവാനായി ശത്രുക്കൾ പരിശ്രമിച്ചു. ദേവാലയത്തിനുള്ളിലേക്ക് 2 ബോംബ് കടന്നു വന്നു. അത് ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കുവാൻ ശക്തിയുള്ളതായിരുന്നു. എന്നാൽ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച 2 ബോംബുകൾ പൊട്ടിയില്ല. ഇപ്രകാരം പൊട്ടാത്ത ഈ 2 ബോംബുകളെ ഇന്നും വിശ്വാസികൾക്ക് കാണുന്നതിന് വേണ്ടി ഈ അത്ഭുതത്തിലൂടെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ച ഈ ദേവാലയത്തെ സംരക്ഷിച്ച ആ അനുഭവം വിശ്വാസികൾ കാണുന്നതിന് വേണ്ടി ഇപ്പോഴും ഈ ബോംബുകൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയൊരു തീപിടുത്തം ഈ ദേവാലയത്തിൽ ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മ യാക്കോബ് ശ്ലീഹായ്ക്ക് നൽകിയ ഈ തിരുസ്വരൂപം കത്താതെ, അതിനൊരു കോട്ടവും സംഭവിക്കാതെ അത്
സുരക്ഷിതമായി ലഭിക്കുകയുണ്ടായി. വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ വിഷമിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട് താൻ എന്നും കൂടെയുണ്ടാകുമെന്നും തൻ്റെ സഹായം തൻ്റെ വിശുദ്ധൻ്റെ പ്രേക്ഷിത ദൗത്യത്തോടു കൂടി എന്നും ലഭിക്കുമെന്നും ഉറപ്പ് നൽകി. അതിനുശേഷം യാക്കോബ് ശ്ലീഹ തൻ്റെ ദൗത്യത്തിൽ ശക്തിപ്പെടുന്ന അത്ഭുത പ്രതിഭാസമാണ് നമ്മൾ ഇവിടെ കാണുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നും പരിശുദ്ധയമ്മ സർഗോസയിൽ കടന്നു ചെന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും, പ്രത്യേകിച്ച് വേദനിക്കുന്നവർക്ക്, ആരുമില്ലാത്തവർക്ക്, വലിയ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നവർക്ക്, പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു തൂണ് പോലെ ആശ്വാസമായി അമ്മ ഇന്നും നിലനിൽക്കുകയാണ്. ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഈ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് മതപീഡനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ നമുക്കൊന്നു ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ. ദൈവമാതാവും അമലോത്ഭയുമായ പരിശുദ്ധ കന്യകെ, ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.